ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഡാവിഞ്ചി റിസോൾവിൻ്റെ പുതിയ ഫോട്ടോ എഡിറ്ററിലേക്ക് നമ്മൾ കയറി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മുൻപ് ഇതിൻ്റെ ബീറ്റ വെർഷൻ, അതായത് നമ്മൾ ഡാവിഞ്ചി റിസോൾവ് 21 ഇപ്പോൾ റിലീസായി. അപ്പോൾ അതിനകത്ത് ഇതൊരു ഫീച്ചറായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന ഡാവിഞ്ചി റിസോൾവിൻ്റെ ഒരു ബീറ്റ വെർഷനായിരുന്നു. അതായിരുന്നു അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വെർഷനിലായിരുന്നു നമ്മൾ മുമ്പ് ഈ ഒരു ഫോട്ടോ എഡിറ്റർ നോക്കിയത്. ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഞാൻ കേട്ട കാര്യം സത്യമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. ഡാവിഞ്ചി റിസോൾവിൻ്റെ നമ്മുടെ അഡോബിൻ്റെ സ്റ്റോക്കൊക്കെ ഇച്ചിരി താന്നെന്നൊക്കെ കേട്ടു. അത്ര വലിയ സംഭവമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമുക്ക് ഇതാണ് ഇതിൻ്റെ ഫോട്ടോ എഡിറ്റർ. നമുക്ക് ഫോട്ടോ എങ്ങനെ ലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആഡ് ക്ലിപ്സ് ഫ്രം മീഡിയ സ്റ്റോറേജ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഡ്രാഗ് ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയാണ്. ഓക്കെ, കറങ്ങുന്നുണ്ട് ചെറുതായിട്ട്. വന്നു കേട്ടോ. നമ്മൾ മുമ്പ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടപ്പോഴൊന്നും വന്നില്ലായിരുന്നു അത്. അപ്പോൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യാണ്. റിവീൽഡ് ഇൻ മീഡിയ സ്റ്റോറേജ്. ഓക്കെ, തോന്നിയത് നമ്മൾ താഴോട്ട് വലിച്ചിടണമെന്ന് തോന്നുന്നല്ലേ. നമുക്കിത് അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിലുണ്ട്. ഇതെൻ്റെ മകൻ്റെ തന്നെ ഫോട്ടോയാണ്. നമുക്കിവിടെ റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് റോ പ്രോസസ്സിങ് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതൊരു ഫോട്ടോഷോപ്പിന് റീപ്ലേസ്മെൻ്റ് അല്ല ഒരിക്കലും. ഇത് ലൈറ്റ് റൂമിന് റീപ്ലേസ്മെൻ്റ് ആകാനുള്ള ശേഷി ഇതിനുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇവിടെ ആൽബം ഒക്കെ ഉണ്ടാക്കാം. സോ നമ്മൾ ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. കളർ ടെമ്പറേച്ചർ റോ എഡിറ്റിംഗ് ആണ് കേട്ടതെ. ഇത് നമുക്കിപ്പോൾ ലൈവായിട്ട് വരുന്നുണ്ട്. മുമ്പ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ നോക്കിയപ്പോഴും നമുക്കത് ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. ഡാവിഞ്ചി റിസോൾവ് മെയിൻലി ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആണ് കേട്ടോ. ഫോട്ടോ എഡിറ്ററും എല്ലാം ഫ്രീ ആണ്. ഡാവിഞ്ചി റിസോൾവ് 21 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഈ ഫോട്ടോ എഡിറ്റർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്താൽ നല്ല സ്മൂത്തായിട്ട് മൂവ് ആവുന്നുണ്ട്, മുമ്പത്തെ പോലല്ല. ഒരു ഓട്ടോ ടോൺ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ഓക്കെ, അത് എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ടോണിങ് ആദ്യമേ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതായിരിക്കാം. ഞാൻ എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് കൂട്ടാം. ഇപ്പോൾ റോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നൈസാണ്. ഇതുകൊണ്ടില്ല നമുക്കിവിടെ അതിൻ്റെ ആ സ്കോപ്പ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ സ്കോപ്പ് ഉണ്ടല്ലോ, ആ സാധനമുണ്ട്. ഷാർപ്നെസ് ഒന്ന് കൂട്ടാം. നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഫോട്ടോയിൽ വലിയ നോയ്സ് ഒന്നുമില്ല, നമുക്ക് നോയ്സ് റിഡക്ഷൻ്റെ ആവശ്യമില്ല. ഷാഡോസ് ഒന്ന് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാം. നൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ. മുമ്പത്തെ പോലെ ഡിലേ ലാഗൊന്നുമില്ല. കളർ ബൂസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ട് നൈസ്, അത് കൊള്ളാം. സാച്ചുറേഷൻ ഓക്കെ. ലിഫ്റ്റ് നോക്കട്ടെ. ഓക്കെ, ലിഫ്റ്റ് ഇതാണ്. മറ്റേ ചെറിയൊരു ബ്ലാക്സ് ഒക്കെ ക്രഷ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ലിഫ്റ്റ്. മിഡ് ടോൺ ഡീറ്റെയിൽ കൂട്ടാം, അത് കൊള്ളാം. ഗെയിൻ പിന്നെ കോൺട്രാസ്റ്റ് നമുക്കൊന്ന് കൂട്ടാം. നൈസ് ഒരു മാറ്റം ഉണ്ടല്ലേ. നമ്മുടെ ബിഫോർ ആഫ്റ്റർ നമുക്ക് കാണാൻ പറ്റുമോ? ഇത് ഗുഡ് ടേക്ക്, അൺടാഗഡ്, റിജക്റ്റഡ് എന്ന് നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. ഓരോ ഫോട്ടോസ് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കളർ ടെമ്പറേച്ചർ നമ്മൾ അധികം മൂവ് ചെയ്തില്ല. നമ്മൾ കളർ കൊണ്ടുപോകുന്നത് ചെറുതായിട്ടൊന്ന് നമ്മുടെ കളർ ബൂസ്റ്റ് വഴിയാണ്. ഇനി നമുക്ക് ഈ ഒരു റോ ഓപ്ഷനിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ടാബ് കാണുന്നുണ്ട്. RGB YRGB ഒക്കെ നമുക്കൊന്നും ചെയ്യാനില്ല. ഫോട്ടോ എന്ന് പറയുന്ന സെഷനിലോട്ടൊന്ന് കയറാം. ഇവിടെ നമുക്ക് സോഴ്സ് ട്രാൻസ്ഫോം, അത് ക്രോപ്പിംഗ് പരിപാടികളൊക്കെയാണ്. ക്രോപ്പ് ലെഫ്റ്റ്, ക്രോപ്പ് റൈറ്റ്, സോഴ്സ് ടൂൾസ്. അതെന്താ സംഭവം? ഇത് എനിക്ക് തോന്നുന്നു ഓരോ ലട്ട് പോലത്തെ സംഭവം തോന്നുന്നു കേട്ടോ. ലട്ടാണ് സാധനം. നമുക്കൊന്ന് ചുമ്മാ നോക്കാം. ഡ്രമാറ്റിക് ഇതിൽ മാറ്റം വന്നു? ഇല്ല, ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്. വലിയ മാറ്റമൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ. റീസെറ്റ് കൊടുക്കാം. ഒന്നും വന്നില്ല എന്തായാലും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് നമുക്ക്. ടെമ്പറേച്ചർ, ടിൻറ്റ്, ഗെയിന്, ഗാമ, ഇതൊക്കെ നമുക്കറിയാമല്ലോ. പിവോട്ട് എന്താണ് സാധനം, ഇത് പിടുത്തില്ല. മിഡ് ടോൺ ഇത് നമുക്ക് മറ്റേതിനകത്തുള്ളത് തന്നെ. എനിക്ക് തോന്നുന്നു ഇത് JPEG
ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഇനി നമുക്ക് എഫക്ട്സ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് എഫക്ട്സ് ഇല്ല. എന്താ ഫയൽ നമുക്ക് ടാഗ് ചെയ്യാനൊക്കെ ഉള്ളൊരു പോർഷനാണ്. പിന്നെ ഓപ്ഷൻസ് ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ. നമുക്ക് ഫോട്ടോ ബേസിക്കലി നമുക്ക് റോ ഫയൽസ് എഡിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കളർ ഗ്രേഡിങ് മുതലായ കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് വല്ലതും വലിച്ചിടണോ? ആൽബം ആക്കുന്ന ഏരിയ ആണത്. ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് മീഡിയ സ്റ്റോറേജിൽ നിന്ന് ഈ ഒരു പോർഷനിൽ കൊണ്ടുവന്നാലേ സാധനം വരത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇത് കണ്ടില്ലേ, നമുക്ക് ആ വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗെയിന്, ഓഫ്സെറ്റ്, ലിഫ്റ്റ്, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ എല്ലാ ഓപ്ഷൻസും കളർ ഗ്രേഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇങ്ങനെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. നിങ്ങളിപ്പം ഫോട്ടോഷോപ്പിൻ്റെ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ലൈറ്റ് റൂമിൻ്റെ സബ്സ്ക്രിപ്ഷനോ നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. കേട്ടില്ലേ, ഓഫ്സെറ്റ് കളർ ഗ്രേഡിങ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം അടിപൊളിയായിട്ട്. ഞാൻ ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഫോട്ടോ എഡിറ്റിങ്ങിന് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെന്താണ്, ഫ്യൂഷൻ ടാബിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടുത്തില്ല കേട്ടോ. ഞാൻ ഈ ഫ്യൂഷനും കളർ ഗ്രേഡിങ്ങും ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഞാൻ കൂടുതലും ഗെയിമിംഗ് വീഡിയോസ് ആയതുകൊണ്ട് എനിക്ക് അതിനകത്ത് കളർ ഗ്രേഡിങ് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഡാവിഞ്ചി റിസോൾവ് നിങ്ങൾക്ക് കിട്ടാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റർ. ഇത് നിങ്ങൾക്ക് ക്വിക്ക് എക്സ്പോർട്ട് ചെയ്യാം ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ലൈറ്റ് റൂം മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ലൈറ്റ് റൂമിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇനി ഇല്ല. നമുക്കിത് പിന്നെ എക്സ്പോർട്ട് ചെയ്യാം PNG ആയിട്ട്, JPEG അല്ലെങ്കിൽ TIFF ആയിട്ട്, അല്ലെങ്കിൽ ഹീറ്റ് എന്നും പറഞ്ഞിട്ടുണ്ടോ. അതെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. സ്കെയിൽ, ഒറിജിനൽ, റെസൊല്യൂഷൻ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. കുറച്ചും കൂടെ കൂട്ടിയിടണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് പിന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഡാവിഞ്ചി റിസോൾവിലെ ഫോട്ടോ എഡിറ്റർ. ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് പുറകെ വരും. ഓരോരോ ഡാവിഞ്ചി റിസോൾവ് അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നില്ല. റോ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സൊന്നും അങ്ങനെ റോ ഫയൽ ഫോർമാറ്റിൽ ഫോട്ടോസ് എടുക്കാറില്ല. അപ്പോൾ എനിവേസ് ഗൈസ്, കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി, സബ്സ്ക്രൈബ് ആൾക്കാർക്ക് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും.